+2 ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ BSc നഴ്സിംഗിന് എങ്ങനെ അഡ്മിഷൻ നേടാം. ഇന്ന് നമുക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാനുള്ള എല്ലാ പ്രധാന വഴികളും വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ BSc നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അവര് +2-വിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായി ഉണ്ടായിരിക്കുകയും അത് പാസ്സായിരിക്കുകയും വേണം. ചില കോളേജുകളിൽ കുറഞ്ഞ മാർക്ക് മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ പ്രധാനമായും 3 വിഭാഗങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഒന്നാമത്തേത് ഗവൺമെന്റ് മെറിറ്റ് സീറ്റ്സ്. ഇതിനായി LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഓൺലൈനായി തന്നെ അപേക്ഷിക്കണം. ഇതിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനമാക്കി റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് വഴിയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ്, ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് കൂടാതെ ചില പ്രൈവറ്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റും ഈ ഒരു അലോട്ട്മെന്റ് വഴി ലഭിക്കുന്നതാണ്. രണ്ടാമത് വരുന്നത് പ്രൈവറ്റ് മാനേജ്മെന്റ് കോട്ട. കേരളത്തിലെ പല പ്രൈവറ്റ് കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റുകൾ ലഭ്യമാണ്. ഈ സീറ്റുകളിലേക്ക് കോളേജിലെ മാനേജ്മെന്റുകൾ വഴി അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് PNCMAC എന്ന സൈറ്റിലൂടെയാണ്. മാനേജ്മെന്റ് കോട്ടയിലേക്ക് സീറ്റ് ലഭിക്കുന്നതിന് നമുക്ക് സാധാരണയായി +2 ബയോളജി സയൻസ് ആണ് യോഗ്യത വേണ്ടത്. ചില കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവർ സ്വയം അഡ്മിഷൻ നൽകാറുമുണ്ട്. മൂന്നാമതായി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോട്ട. കേരളത്തിലെ ക്രിസ്ത്യൻ മൈനോറിറ്റി നഴ്സിംഗ് കോളേജുകളിലേക്ക് പ്രത്യേക മാനേജ്മെന്റ് അഡ്മിഷൻ സംവിധാനവും ഉണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുമെങ്കിലും ഒഴിവുള്ള സീറ്റിലേക്ക് മറ്റു വിഭാഗങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ്. ഈ വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ AMCSFNCK എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനെല്ലാം ഉപരിയായി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി INC അംഗീകാരമുണ്ടോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 2 കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ അംഗീകാരമുണ്ടോ എന്നുള്ളത് നോക്കുക. 3 കുഹാസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. നാലാമതായി നിങ്ങൾ ചേരുന്ന കോളേജിന് സ്വന്തമായ ഹോസ്പിറ്റൽ ഉണ്ടോന്നും ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോന്നും ഹോസ്റ്റൽ അതുപോലെ പ്ലേസ്മെന്റ് ഇവയെല്ലാം നൽകുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ന് പല വിദ്യാർത്ഥികളും കോളേജിന്റെ പേര് അല്ലെങ്കിൽ അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം നോക്കിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാൽ ഒരു നല്ല നഴ്സിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ, പേഷ്യന്റ് ഫ്ലോ, ഹോസ്പിറ്റൽ ട്രെയിനിങ്, ഫാക്കൽറ്റി ക്വാളിറ്റി, പ്ലേസ്മെന്റ് റെക്കോർഡ് എന്നിവയെല്ലാം ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്നതിന് ഈ 3 പ്രധാന വഴികളാണ് ഉള്ളത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് ശരിയായ സമയത്ത് തന്നെ നോക്കി നോട്ടിഫിക്കേഷൻസ് വരും. ആ വെബ്സൈറ്റിലൂടെ കയറി അപേക്ഷകൾ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിദ്യാമിത്രയുമായി ബന്ധപ്പെടുക.